ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ചാൽ വില്ലേജസിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ട് വേണം ഒരു വില്ലേജ് ഫാം ഉണ്ടാക്കണം, പിന്നെ ഒരു അയൺ ഫാം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ട വില്ലേജസിനെ നമുക്ക് കണ്ട് എത്തിക്കണം. ആദ്യം 2 വില്ലേജസിനെ നമുക്ക് കൊണ്ടുവരാം, എന്നാലേ നമുക്ക് വില്ലേജ് ഫാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഭാഗത്തായിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വില്ലേജും നമ്മളെ ബേസും ഇവിടെ അടുത്തായതുകൊണ്ട് അധികം ദൂരം പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വില്ലേജസിനെ കൊണ്ടുവരാം. അപ്പോൾ അതിന് തന്നെ ഒരു ബോട്ട് ഉണ്ടാക്കാം, ബോട്ടിൽ വലിച്ച് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരണം കുറച്ചുകൂടി സുഖം. അപ്പോൾ കുറച്ച് മരം മുറിക്കട്ടെ ആദ്യം തന്നെ. നമ്മളെ കയ്യിൽ വുഡ് കുറവാണ്, അപ്പോൾ കുറച്ചധികം തന്നെ മരം മുറിച്ച് വെക്കാം. ഇനിയും ആവശ്യങ്ങൾ വരും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുക. പിന്നെ ഇപ്പോൾ ഈ മരം മുറിച്ചാലേ നമുക്ക് സാപ്ലിങ് കിട്ടുള്ളൂ, എന്നാലും ഇവിടെ തന്നെ നട്ട് വെക്കാൻ പറ്റുള്ളൂ. അല്ല ഇവിടെ അടുത്ത് വേറെ അധികം മരങ്ങളൊന്നുമില്ല, നമ്മൾ നട്ട് വെച്ച മരങ്ങൾ തന്നെ ഉള്ളൂ. 29 ലോഗ് കിട്ടിയിരിക്കണേ, അത് മതി, ആവശ്യത്തിന് ഉണ്ടാവും. നൈറ്റ് ആവുന്നുണ്ട്, പെട്ടെന്ന് നമുക്ക് കിടക്കാം. ഇനി നമുക്ക് കിട്ടിയ ലോഗ് വെച്ചിട്ട് നമുക്ക് ബോട്ട് ഉണ്ടാക്കാം. 2 ബോട്ട് മതി. 4 വില്ലേജസിന് നമുക്ക് കൊണ്ടുവരാം. 2 ബോട്ടിലായിട്ട് 4 വില്ലേജസ് കൊണ്ടുവരാം. അറിയാതെ ഷിഫ്റ്റ് നോക്കിപ്പോയി, സാരമില്ല, ബോട്ടല്ലേ, നമുക്ക് ഇനി ആവശ്യം വരും, അപ്പോൾ യൂസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് പെട്ടിക്ക് എടുത്ത് വെക്കാം. ഇന്നലെ കിട്ടിയ ലീഡ് ഉണ്ട്, അതും എടുക്കുക, അല്ലെങ്കിൽ വലിച്ചു കൊണ്ടുവരാൻ പറ്റൂല. ഇനി പെട്ടെന്ന് വില്ലേജിലേക്ക് പോട്ടെ. വില്ലേജിലേക്ക് എത്തി. ഇവിടെ വില്ലേജസ് നിൽക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ 2 ഗോളുണ്ട്. ഇവരെ തട്ടിക്കൊണ്ടാൽ ഒന്നും ചെയ്യൂലായിരിക്കും. 2 ഗോൾ 3 ഗോൾ അടുപ്പിച്ച് നിൽക്കണേ. നമുക്ക് തൽക്കാലം ഇവനെ തട്ടാം, കുറച്ച് അയണ്ട ആവശ്യം എന്തായാലും ഉണ്ട്. ഇവിടെ എന്താ വരാത്ത? അതവന് ജനാലിൻ്റെ ഉള്ളിൽ കൂടി വന്നിരിക്കണേ. നമുക്ക് ഇവിടെ നിന്ന് മെല്ലെ തീർക്കാം. നമുക്ക് പ്രത്യേകിച്ച് അടിയൊന്നും കൊള്ളൂല, ഇവിടെ നിന്ന് സുഖമായിട്ട് തീർക്കാം. കോപ്പറിൻ്റെ ഒരു ടൂൾസും തീരെ പോരാ. സ്റ്റോണിനെ കാട്ടി മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചാണ് ഞാൻ കിട്ടിയിരിക്കണേ. ഇനി ഇവിടുത്തെ വില്ലേജർമാരൊക്കെ കൊണ്ടുപോവാം. ഒരു 4 ആളെ കൊണ്ടുപോയാൽ മതി. ഇവനും കൂടിയും തീർക്കാം. അപ്പോൾ തന്നെ ഒരു 6 അയൺ കിട്ടും. കുറഞ്ഞത് ഒരു കുളത്തിന് വന്നാൽ 3 അയൺ കിട്ടേണ്ടതാണ്. അപ്പോൾ എന്തായാലും 6 അയൺ ഉണ്ടാവും. ഇവനും കൂടി മെല്ലെ തീർക്കാം. ഇനി പെട്ടെന്ന് വില്ലേജസിനെ കൊണ്ടുപോകാൻ നോക്കാം. അവിടെ ഒരു കുളമുണ്ട്, ആ ഭാഗത്തൊരു കുളമുണ്ട്, ഇനിയുണ്ട് 2 കുളം ഈ വില്ലേജിൽ. 3 കുളം ഇനിയുണ്ട്. അതുകൊണ്ട് സോംബീസൊന്നും വല്ലാതെ ഈ വില്ലേജിൽ അടുക്കൂല. ഇവിടെ ഇതാ ഒരു വില്ലേജ് നടക്കുന്നുണ്ട്. ഇവനെ മെല്ലെ ബോട്ട് കയറ്റിയിരുത്താം. പാടാ, നദി കയറ്, നീ കയറ്. ഇവനിപ്പോൾ എന്തിനാ ഇതിൽ കയറി? ഇനി ഒരു 3 വില്ലേജർമാരും കൂടി കണ്ടുപിടിക്കണം. 2 ആൾക്കാരുടെ മേലെ നിൽക്കുന്നുണ്ട്, അവരും കൂടി ബോട്ടിലാക്കാം. 3 ബോട്ട് ഞാൻ കൊടുന്നിരുന്നു, കുറേ ബോട്ട് നേരത്തെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഒരു 3 ബോട്ട് ഇരിക്കട്ടെ വിചാരിച്ച്. ഒരാൾ കയറി. ഇനി മറ്റാളെ കൂടി ഈ ബോട്ടിലേക്ക് കയറ്റാം. ഈ ബോട്ട് എൻ്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ടാൽ മതി, അതിൽ കയറി ഇരുന്നോളൂ. 2 ആളും കയറി. ഇനി ഇവന്മാരൊക്കെ നമുക്ക് നമ്മളെ ബേസിക്ക് പോകണം. അവിടുന്ന് നമുക്കൊരു വില്ലേജ് ഫാം ഉണ്ടാക്കാം ആദ്യം. പിന്നെ അതിന് കിട്ടുന്ന വില്ലേജർമാരെ വെച്ചിട്ട് ഒരു അയൺ ഫാം ഉണ്ടാക്കണതാണ് നല്ലതെന്ന് തോന്നണേ. അല്ലെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങോട്ട് വരേണ്ടി വരും. ഇവനും കൂടി കൊണ്ടുപോവാം. ഇനി ഇവരെ പെട്ടെന്ന് വലിച്ച് ആണ്ടെത്തിക്കട്ടെ. ഇവരെ ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചിക്കണേ, നമ്മളെ ഈ ഷുഗർക്കെയിനൊക്കെ നട്ടാൻ ഈ ഭാഗത്തായിട്ട്. ഇനി ഇവിടെ ഒരു ഫ്ലാറ്റാക്കി കിട്ടണം കുറച്ച് ഭാഗം. എന്നിട്ട് അവിടെ ഒരു ഫാർം സെറ്റ് ചെയ്യണം. എന്നിട്ട് അതിലാണ് വില്ലേജർമാരെ ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ബക്കറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു 2 ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റ് എന്തെല്ലാം ആവശ്യം വരും. ഇനി 3 അയൺ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള അയൺ വെച്ചിട്ട് നമുക്കൊരു പിക്കാസ് ഉണ്ടാക്കാം. നമുക്ക് ഡയമണ്ടൊക്കെ മൈൻ ചെയ്യാനുള്ളതാണ്, അപ്പോൾ ഒരു പിക്കാസ് ഉണ്ടാക്കാം. അങ്ങനെ പിക്കാസ് സെറ്റായി. ഇനി നമുക്ക് കോബിൾ സ്റ്റോണൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം.
ബ്രിക്ക് വെച്ചിട്ടാണ് വില്ലേജ് ഫാം സെറ്റാക്കണത്. അപ്പോൾ കൊബിൾ സ്റ്റോണൊക്കെ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് സ്റ്റോൺ ആക്കിയതിൻ്റെ ശേഷം ബ്രിക്കാക്കാം. നമ്മളൊക്കെ കുറച്ച് കോളുള്ളൂ, ഉള്ളത് വെച്ചിട്ട് നമുക്ക് സ്മെൽറ്റ് ചെയ്യാം. പിന്നെ ബാക്കി നമുക്ക് ചാർക്കോൾ ഒപ്പിക്കുക. നമുക്ക് ലോഗ് കത്തിക്കാൻ വെച്ചാൽ ചാർക്കോൾ കിട്ടും, എന്നാൽ കുറച്ചുകൂടി കൂടുതൽ നേരം അത് നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുക. ബാക്കിയുള്ളത് ഈ ഏരിയ കുറച്ചൊന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കണം. കുറച്ച് ഭാഗം ഇവിടെ ഓൾറെഡി നല്ലപോലെ കയറുന്ന സ്ഥലമാണ്, അതുകൊണ്ട് കുറച്ച് ഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് അതൊന്ന് പെട്ടെന്ന് റെഡിയാക്കട്ടെ. ഈ ഭാഗം അങ്ങനെ ക്ലിയർ ചെയ്ത് ഇനി ഇവിടെ വില്ലേജ് ഫാം ഉണ്ടാക്കാം. അപ്പോൾ തന്നെ മഴയും പെയ്ത് നമുക്ക് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ എടുത്തോണ്ടാം. സ്മെൽറ്റ് ചെയ്യാൻ വെച്ച കൊബിൾ സ്റ്റോണൊക്കെ ഇപ്പോൾ സ്റ്റോൺ ആയിട്ടുണ്ടാവും. ഇനി ഇവിടുന്ന് 4 സൈഡിക്കും 4 ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് ഫാർം ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളം ഒഴിച്ചതിൻ്റെ 4 ബ്ലോക്കേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ കയ്യിൽ ഹോൾ ഇല്ല, വീട്ടിൽ പോയി ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് വരാം. ഇനി ഈ ഭാഗമൊക്കെ ടിൽറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ 4 ബ്ലോക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ടിൽറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിലാണ് ഫാർം ചെയ്യേണ്ടത്. ഇവിടെ ഫുള്ള് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇവിടെ ഫാർം ചെയ്യണം. അതിനുള്ള സാധനങ്ങൾ എടുക്കണം. അതിന് ക്യാരറ്റാണ് മെയിനായിട്ട് നടേണ്ടത്, പക്ഷേ ക്യാരറ്റ് നമ്മളൊക്കെ കുറവാണ്. പിന്നെ ബാക്കിയുള്ള നമുക്ക് പൊട്ടാറ്റോ നടാം. കുറച്ചുള്ള ക്യാരറ്റ് നമുക്ക് ഒന്ന് ബോൺ മീൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. 5 ബോണുണ്ട് നമ്മളെ കഴിക്കാൻ, അത് വെച്ചിട്ട് നമുക്ക് ബോൺ മീൽ ചെയ്യാം. എന്നാൽ കുറച്ചും കൂടി ക്യാരറ്റ് നമുക്ക് കിട്ടും. അത് നടാം അവിടെ കൊണ്ടുപോയിക്കാണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ബോൺ മീൽ ചെയ്യാം. കുറച്ച് ക്യാരറ്റുള്ളൂ, ആ ഉള്ളത് ബോൺ മീൽ ചെയ്ത് നമുക്ക് കൂടുതലാക്കി അവിടെ നട്ട് വെക്കാം. ബോൺ മീൽ ചെയ്ത് മൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് അവിടെ തന്നെ നട്ടിട്ട് പിന്നെയും ബോൺ മീൽ ചെയ്യാം. ഇനി 7 ബോൺ മീലും കൂടി ഉണ്ട്. എന്തായാലും കുറച്ച് ക്യാരറ്റുള്ളൂ, ക്യാരറ്റ് കൊണ്ട് മാത്രം തികയില്ല. ബാക്കിയുള്ള പൊട്ടാറ്റോ എടുക്കാം. ഇവിടെ കുറച്ച് വലുതായതുണ്ട്, അത് പോയി എടുക്കാം. $49 പൊട്ടാറ്റോ 29 ക്യാരറ്റും കിട്ടിയേക്കണേ. ഉള്ളത് അവിടെ നട്ട് വെക്കാം. ബാക്കി മെല്ലെ മെല്ലെ വളർന്നോളും, അവൽ തന്നെ ഫാർം ചെയ്തോളും. അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല, ബാക്കിയുള്ള പണികളൊക്കെ അവൽ തന്നെ എടുത്തോളും. ഈ ഉള്ള സാധനങ്ങൾ കൂടെ നട്ട് വെക്കാം. ഇനി ഇതിന് ചുറ്റോറ് 2 ബ്ലോക്കിൽ മതിൽ കെട്ടണം, ഇവർ പുറത്ത് പോകാതിരിക്കാനും പിന്നെ സോംബീസൊന്നും അകത്തേക്ക് കയറി ഇവരെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്മെൽറ്റ് സ്റ്റോണൊക്കെ എടുത്തിട്ട് നമുക്ക് ബ്രിക്ക് ഉണ്ടാക്കാം. എന്നിട്ട് അത് വെച്ച് മതിൽ കെട്ടാം. ഇപ്പോൾ കിട്ടിയ എല്ലാ സ്റ്റോണും വെച്ചിട്ട് നമുക്ക് ബ്രിക്ക് ഉണ്ടാക്കാം. ഏകദേശം 2 സ്റ്റാക്ക് കിട്ടിയേക്കണേ, അത് മതിയാവും. ഇതിൻ്റെ എല്ലാ ഭാഗത്തും 2 ബ്ലോക്ക് ലൈറ്റിൽ മതിൽ കെട്ടണം, അല്ലെങ്കിൽ ഫാർമ് റെഡി ആവില്ല. ഇവന്മാർ പുറത്തേക്ക് ഇറങ്ങിപ്പോവും, പിന്നെ രാത്രി സോംബീസ് വന്ന് ഇവന്മാരെ കൊല്ലും ചെയ്യും. അപ്പോൾ അത് നമ്മൾ നോക്കണം. ഇവിടുന്ന് 3 ബ്ലോക്ക് മാറ്റണം. ബേബി വില്ലേജസിനെ നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് ഉണ്ടാക്കി കൊടുക്കണം. ബ്ലോക്ക് മാറ്റിയ ഭാഗത്ത് നമുക്ക് ട്രാപ്പ് ഡോർ വെക്കണം, അല്ലെങ്കിൽ വില്ലേജസ് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. ട്രാപ്പ് ഡോർ വെക്കുമ്പോൾ ഓൽക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം 2 ബ്ലോക്കിനെക്കാട്ടിയും കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട് അവർ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി സുഖമായിട്ട് കയറാൻ പറ്റും, പക്ഷേ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അതിനാണ് ഇത് വെക്കുന്നത്. ഇവിടുന്ന് 3 ബ്ലോക്ക് അടിയിലേക്ക് കുഴിക്കണം. ഷവല് പൊട്ടി. അപ്പോൾ തൽക്കാലത്തിന് നമുക്ക് ഇനി വില്ലേജസിനെ ഇതിലേക്ക് കയറ്റി വെക്കാം. 2 വില്ലേജസിനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. അങ്ങനെ ഇവന്മാരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഏകദേശം നൈറ്റ് ആവാനായിരിക്കും, നമുക്ക് പോയി കിടക്കണം. ഇനി ഇവരെ ബോട്ട് പൊട്ടിച്ച് ഇതിന് പുറത്തിറക്കിയാൽ മതി. ഇവന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവൻ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ഇനി അയൺ ഫാം ഉണ്ടാക്കണം. അന്ന് അതിനെ യൂസ് ചെയ്യാം. ഞാൻ കിടന്ന് വിളിച്ചപ്പോൾ തന്നെ പില്ലേഴ്സിനാലും ഇവിടെ സ്പോൺ ആക്കണേ. ഇവനെ കൊന്നാലാണ് നമുക്ക് ഒരു ബോട്ടിലിട്ടും, അതുണ്ടെങ്കിൽ നമുക്ക് റെയ്ഡ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവനെ പെട്ടെന്ന് കൊല്ലണം. ഇനി കുറച്ച് ഗ്ലാസ് വേണം. ബേബി വില്ലേജസ് വന്ന് നിൽക്കണം, അവിടെ നമുക്ക് ഗ്ലാസ് വെക്കണം. അതിന് കുറച്ച് സാൻഡ് നമുക്ക് എടുത്ത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇതിവിടെ ഇരുന്നാവട്ടെ. കുറച്ച് അപ്പുറത്തെ ഫർണസിലും വെക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഇവരെ തീർക്കാം. 4 ആൾക്കാരുള്ളൂ, പെട്ടെന്ന് തീരുണ്ടാവും. എൻ്റെ കയ്യിൽ നല്ല വെപ്പൺസൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല. പിന്നെ ഇവൻ്റെ ക്രോസ് ബോയിൽ പിയേഴ്സിങ് എന്നൊരു എൻചാൻറ്റിങ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല ഡാമേജ് എടുക്കുന്നുണ്ട്. ഷീൽഡ് പിടിച്ചാലും ഡാമേജ് എടുക്കും. കുറച്ച് നേരത്തിന് ഇവിടെ കവറിൽ നിൽക്കുക, അവർ കൊണ്ട് വരട്ടെ, എന്നിട്ട് തീർക്കുക.
വെള്ളത്തിലൊന്നും അടിക്കൽ നടക്കൂല. അതുകൊണ്ട് കരയ്ക്ക് തന്നെ കയറാം. ഇവന്മാർ കരയ്ക്ക് എന്തായാലും കയറും, അപ്പോൾ തീർക്കാം. നല്ല ഡാമേജ് എടുക്കുന്നുണ്ട്. നമുക്ക് നല്ല ടൂൾസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വില പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല ഡാമേജ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ തീർത്ത് രണ്ടാമത്തേനെയും തീർത്ത്. പക്ഷെ എൻ്റെ കയ്യിൽ ഫുഡൊന്നുമില്ല ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇവന്മാർ പിന്നാലെ വരുന്നുണ്ട്. എങ്ങനെയാലും ഓടിപ്പോയി ചെസ്റ്റിൽ എന്തെങ്കിലും ഫുഡുണ്ടോ നോക്കട്ടെ. ചെസ്റ്റിൽ നല്ല ഫുഡൊന്നുമില്ല. നല്ല ഡാമേജ് എടുക്കുന്നുണ്ട്. നമുക്ക് ഈ മരത്തിൻ്റെ മേലെ കയറിക്കാം. അത് പെട്ടെന്ന് അടിക്കാൻ പറ്റില്ല. ഇവൻ ഇതിൻ്റെ മേലേക്ക് കയറും, അപ്പോൾ ഇവൻ അവിടെ നിന്ന് അടിച്ചിടാം. അപ്പം നമുക്കൊരു ചെറിയ കവറും കിട്ടും. പിന്നെ ഫുഡില്ലാത്ത ഒരു പ്രശ്നമാണ്. ഇവനാണ് തീർക്കേണ്ടത്. അത് ഇനി 3 ആർട്ടും കൂടി ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് പോയി ഓടാം. ഒരു 9 പൊട്ടാറ്റയും കൂടി ഉണ്ട്. പക്ഷെ പൊട്ടാറ്റോ കഴിച്ചാൽ പെട്ടെന്ന് ഹെൽത്ത് കൂടില്ല. അവന്മാർ പിന്നാലെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കവറിൽ പോയി നിൽക്കാം. എന്നിട്ട് ഹെൽത്ത് കുറച്ച് കൂടിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ഓൻ അങ്ങോട്ട് വരും, അപ്പോൾ തീർക്കാം. ഇതേ പറഞ്ഞെത്തിയില്ല, അപ്പനെത്തി. പെട്ടെന്ന് തന്നെ തീർക്കാം. ക്രോസ്ബോ കിട്ടി, പക്ഷെ നമ്മളൊക്കെ ആരോ ഇല്ല തോന്നുന്നു. ആരോ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു സുഖമായിരുന്നു മറ്റവനെ തീർക്കാൻ. ഇവനെ തീർത്താലാണ് ആ ബോട്ടിൽ കിട്ടുക. അങ്ങനെ കറങ്ങി വന്ന് ലാസ്റ്റത്തെ ആളെയും തീർത്ത്. ഇതാ ബോട്ടിൽ കിട്ടി, എൻ്റെ ബോയും കിട്ടി. നമുക്ക് പെട്ടി കൊണ്ടുപോയി വെക്കാം ബോട്ടിൽ. നമുക്കെന്തായാലും ഇപ്പോൾ ആവശ്യമില്ല. ഇപ്പോൾ യൂസ് ചെയ്താലും നമുക്കെന്തായാലും അവരൊന്നും തീർക്കാൻ പറ്റില്ല. നല്ല ആർമറും ടൂൾസും വേണം. ഈ ബാനറോട് കിടന്നോട്ടെ. ഇനി നമുക്ക് ബാക്കി പണി നോക്കാം. ഇത് 3 ബ്ലോക്കിൽ താഴത്തേക്ക് കുഴിക്കണം. എന്നിട്ട് അവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് ഫ്രണ്ടിലേക്കും പോകണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഭാഗത്ത് നമ്മൾ വെള്ളം ഒഴിക്കും. എന്നിട്ട് ബേബി വില്ലേജർ ഇതിൽ കൂടി ഒഴുകി വരും. ഈ ഫസ്റ്റ് ബ്ലോക്കിൽ വെള്ളം ഒഴിക്കണം. പിന്നെ ബാക്കിയാണ്ട് കുഴിച്ച് പോകണം. 7 ബ്ലോക്ക്. ഈ വെള്ളം പോയി നിൽക്കണം അവിടെ വരെ കുഴിക്കണം. പിന്നെ താഴത്തേക്ക് 3 ബ്ലോക്ക് കുഴിക്കണം. ഇവിടെ ബേബി വില്ലേജിൽ വന്ന് നിൽക്കാൻ പോണത്. അപ്പോൾ അതും കൂടി നമുക്ക് സെറ്റാക്കണം. ഈ ഭാഗത്തൊരു റൂം സെറ്റാക്കി എടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് വില്ലേജറിന് എടുക്കാനും അതിനൊക്കെ പറ്റിയ സൗകര്യത്തിന് പറ്റിയൊരു റൂം സെറ്റാക്കി എടുക്കണം. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് മൈൻ ചെയ്ത് മേലേക്ക് കയറാനുള്ള ഒരു വഴി സെറ്റാക്കി എടുക്കണം. അങ്ങനെ ഇവിടുന്ന് കയറാനും ഇറങ്ങാനും പറ്റിയൊരു വഴി സെറ്റാക്കി വെച്ച് ഇനി ബാക്കി പണിയുള്ളത് ഈ താഴെ ഭാഗത്ത് ട്രാപ്പ് ഡോർ വെക്കണം. ബേബി വില്ലേജസിന് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യാം. ഇനി ട്രാപ്പ് ഡോർ ഉണ്ടാക്കണം. ഇനി 3 എണ്ണം ഈ ഭാഗത്ത് വെക്കണം. അത് തുറന്നു വെക്കണം, എന്നാലേ അതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കി ഇവിടെ തന്നെ വെക്കാം. ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം. കയ്യിലുള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ വെക്കാം. അവിടുത്തെ വില്ലേജർമാർക്ക് ഫാർമറിൻ്റെ പണി കൊടുക്കണം, എന്നാലേ വലിയ പണി എടുക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫുഡ് കൊടുക്കേണ്ടി വരും. ഫാർമറിൻ്റെ പണി കൊടുത്താൽ ഓല് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. ഇനി 2 കമ്പോസ്റ്റർ ഉണ്ടാക്കണം. ഫാർമറിന് ജോബ് കൊടുക്കുന്ന സാധനമാണിത്. ഇനി ഇത് കൊണ്ടുപോയിക്കാണ്ട് അവിടെ വെക്കാം. നമ്മൾ സെലക്ട് ചെയ്യാൻ വെച്ച ഗ്ലാസ് റെഡി ആക്കണേ, അതും കൂടി എടുക്കുക. അതും അവിടെ വെക്കാനുള്ളത് തന്നെയാണ്. ഇനി ഇത് ഓപ്പൺ ആക്കിയതിൻ്റെ ഉള്ളിൽ കയറിയതിൻ്റെ ശേഷം ഒരു സ്ലാബ് നടുവിൽ വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലെ വെക്കാം. സ്ലാബ് വെച്ചാൽ വാട്ടർ ബ്ലോക്ക് ആവില്ല. അതിൻ്റെ അടിയിൽ വാട്ടർ ഉണ്ടാവും. അതിൻ്റെ മേലെയാണ് സ്ലാബ് വരിക. അതിൻ്റെ മേലെ കംപ്രസർ വെക്കാം. ഒരു സ്ലാബും കൂടി ഇതിൻ്റെ മേലെ വെക്കണം. അല്ലെങ്കിൽ ഇവന്മാർ ഇതിൻ്റെ മേലെ
കയറി ഇറങ്ങി നശിപ്പിക്കും അടിയിലത്തെ സാധനങ്ങളൊക്കെ. ഇനി രണ്ടാമത്തെ നമ്മൾ ഇവിടുന്ന് ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് ഇവിടെയാണ് വെക്കണത്. എന്നാലും ഇവർക്ക് ജോബ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ജോബ് എടുക്കേണ്ടതാണ്. ഒരു ബ്ലോക്ക് കൂടി പൊട്ടിച്ച് അതിൻ്റെ മേലെ സ്ലാബ് വെക്കാം. അവന് ജോബ് എടുത്ത് ഇനി ഇവർ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളൂ. ബേബീസ് ഉണ്ടായാൽ അവിടെ വന്ന് നിൽക്കും നമ്മൾ ഉണ്ടാക്കിയ ഏരിയയിൽ. ഈ ട്രാപ്പ് ഡോർ ഒന്ന് തുറന്ന് വെക്കണം. പിന്നെ ഇവിടെ 3 ബെഡ് വെക്കണം, എന്നാലേ നന്നായി ബ്രീഡാവുള്ളൂ. അതിന് മുന്നേ ഈ ഏരിയ ഒന്ന് 2 ബ്ലോക്കിൽ ഹൈറ്റിൽ ഒന്ന് കവർ ചെയ്യണം, അല്ലെങ്കിൽ സോംബീസ് വരും. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം നൈറ്റ് ആവാനായി. നമ്മൾ പെട്ടെന്ന് പോയി കിടക്കുക, എന്നിട്ട് ബാക്കി പണി തുടങ്ങാം. പിന്നെ 3 ബെഡ് ഉണ്ടാക്കണം. അതിന് 9 വൂൾ ആവശ്യമുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ അത്ര വൂളുണ്ടോ അറിയില്ല. 1 വൂളുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, 9 വൂള് വേണം. അപ്പോൾ കുറച്ച് ഷീപ്പിനെ കണ്ടെത്തണം. നൈറ്റ് ആയതുകൊണ്ട് ഇനി രാവിലെ നോക്കാം. പെട്ടെന്ന് കിടന്ന് നീക്കാം, എന്നിട്ട് രാവിലെ നോക്കാം. ആ ഭാഗത്തൊക്കെ ആയിട്ട് ഷീപ്പിനെ കുറേ കണ്ടിരുന്നു. അപ്പോൾ അവിടെ എന്തായാലും ഉണ്ടാവും. ഷിയർ വെച്ച് വൂളെടുക്കണമാണ് ഒന്നുകൂടി നല്ലത്, എന്നാൽ കുറച്ചുകൂടി കൂടുതൽ വൂളും കിട്ടും. അതിന് നമ്മളെ കൈക്ക് 1 അയണേ ഉള്ളൂ. 2 അയൺ വേണം ഒരു ഷിയർ ഉണ്ടാക്കാൻ. അപ്പോൾ ആ ഭാഗത്ത് പോയി കണ്ട് നമുക്കൊരു ഗോളത്തിനെ കൊല്ലാം. നമ്മളെ കയ്യിൽ ഫുഡും കുറവാണ്, ഓടാനും വയ്ക്കണില്ല നല്ല പോലെ. ഈ ഷീപ്പിനെ തീർത്തിട്ട് മട്ടൻ കഴിക്കാം. അപ്പോൾ കുറച്ച് ഹെൽത്ത് കിട്ടിക്കോളും. കുറച്ച് ഹങ്കർ കൂടിയിരിക്കണേ. ഇനി ഇവനെ തീർക്കാം. അപ്പോൾ എന്തായാലും 2 അയണൊക്കെ എന്തായാലും കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഷെയർ ഉണ്ടാക്കാം. ഇവ ഇങ്ങനെ നിൽക്കണ നമുക്ക് നല്ലത്, നമുക്ക് ഡാമേജ് എടുക്കില്ല. അങ്ങനെ അവനെ തീർത്ത് ഇനി കിട്ടിയ അയൺ വെച്ചിട്ട് നമുക്കൊരു ഷെയർ ഉണ്ടാക്കാം. 2 അയൺ മതി. ഇനി നമുക്ക് ഷീപ്പിനെ കണ്ടെത്തണം. ഒരു ഷീപ്പ് ഇത് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവനെ ഷെയർ ചെയ്യാം. ഏകദേശം 3 വൂള് കിട്ടി ഒരു ഷീപ്പ് വന്ന് തന്നെ. ഇനി കുറച്ചുകൂടി ഷീപ്പിനെ കണ്ടെത്തണം. ഇവിടെ അധികം ഷീപ്പിനൊന്നും കാണാനില്ല. ആ ഭാഗത്തേക്ക് പോയോക്കാം, അവിടെ ഒക്കെ ഉണ്ടാവലുണ്ട്. ഈ ഭാഗത്തും കുറച്ച് ഷീപ്പ് നിൽക്കുന്നുണ്ട്. ഇതും കൂടി ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വൂള് കിട്ടും. ഇപ്പോൾ തന്നെ 5 എണ്ണമായി. ഇതും കൂടി ഷെയർ ചെയ്താൽ മതിയാവും. കറക്റ്റ് 9 എണ്ണം കിട്ടി. ഇനി നമുക്ക് 3 ബെഡ് ഉണ്ടാക്കാം, എന്നിട്ട് 3 ബെഡ് അവിടെ വെക്കണം. അങ്ങനെ ബെഡ് റെഡിയായി. ഇനി ഈ ഭാഗത്ത് 3 എണ്ണം വെക്കണം, ഇതിൽ കാണുന്ന രീതിയിൽ. ഇനി ഇവിടെ ഈ ഫുഡ് ആവുന്നതിനനുസരിച്ച് ഇവന്മാർ ബ്രീഡ് ആയിക്കോളും. വില്ലേജസൊക്കെ താഴത്തും വരും. പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും നോക്കാനൊന്നുമില്ല. താഴത്തെ ഏരിയ നമുക്കൊന്ന് ക്ലിയർ ആക്കാണ്ട് അതിന് ആദ്യം താഴത്തേക്ക് ഇറങ്ങണം. ഇതിലൂടെ താഴത്തേക്ക് ഇറങ്ങണം. ഇനി ഇവിടെ ഒന്ന് സെറ്റാക്കാണ്ട് ഇവിടെ ഒരു ബോക്സ് ആക്കണം നമുക്ക്. ഇവിടെയാണ് വില്ലേജസ് വന്ന് നിൽക്കുക. ആ ഭാഗത്ത് നമുക്ക് ഗ്ലാസ് വെക്കണം. ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് മൈൻഡ് ചെയ്ത് മാറ്റട്ടെ. ഈ ഭാഗം മൈൻഡ് ചെയ്ത് മാറ്റി ചെയ്ത് ഇവിടെ ഗ്ലാസ് വെച്ച് ചെയ്ത് ഇവിടെയാണ് വില്ലേജസ് വന്ന് നിൽക്കുക. ഇത് നമുക്ക് മേലേക്ക് കയറാനുള്ള ഏരിയ. ഈ ഏരിയയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. നമ്മളൊരു വില്ലേജ് ഫാം ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നാളെ കാണാം.